നല്ലപോലെ പഴുത്ത ചെറിയ പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാനിവിടെ 4 ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ പഴുത്ത പഴം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ കറുത്ത് തുടങ്ങിയിട്ടുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ മിക്സറിന്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നടുവേ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനിതിപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു പഞ്ചസാരയും പഴവും മാത്രം ചേർത്ത് അരച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതിയാകും. അത്യാവശ്യം പുളി കുറഞ്ഞ തൈരാണെങ്കിൽ 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പഴവും തൈരും ഇപ്പോൾ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഒന്ന് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഈ ഒരു സ്നാക്ക് നല്ല സ്പോഞ്ചിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഞാനിപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ 1/4 കപ്പായിട്ടാണ് എടുത്തിട്ടില്ല, 1/4 കപ്പായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള കൂട്ട് കിട്ടുന്നത് വരെയാണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ 1/4 കപ്പാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിനുള്ള വ്യത്യാസമൊക്കെ അനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവിൽ കുറച്ച് മാറ്റമൊക്കെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായിട്ടുള്ള കൂട്ടാണ് നമുക്ക് വേണ്ടത്. ഈ കൂട്ടായതിനു ശേഷം നമ്മളൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ചൊരു 2-3 മിനിറ്റ് നേരത്തേക്ക്. ആ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മിനിമം 30 മിനിറ്റ് വെക്കണം. ഇപ്പോൾ ഞാൻ 30 മിനിറ്റ് വെച്ച് റെസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന കൂട്ടാണിത്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് അയഞ്ഞ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ ഈ ഒരു കൂട്ട് ഉണ്ടാവേണ്ടത്. ഇങ്ങനെ കൈകൊണ്ട് എടുത്തിടുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞ് വീഴുന്ന രീതിയിൽ വേണം നമ്മളുടെ കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് മീഡിയം ചൂടായതിനു ശേഷം വേണം നമ്മൾ ഇതിലോട്ടേക്ക് കൂട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ഒരുപാട് ചൂടായി നിൽക്കരുത്. അതിലോട്ടേക്ക് ഇതുപോലെ നമുക്ക് ഓരോരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. ആ ഒരു പാത്രത്തിന്റെ സൈഡിലൂടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടും. അത് നല്ലപോലെ കയ്യിൽ ഒട്ടുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെള്ളത്തിലൊന്ന് കൈ കാണിച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ നമുക്കത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് നല്ല ബോൾ പോലെ ആയിട്ട് വരും. നല്ല ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് നമുക്കത് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് നമുക്ക് മറിച്ചിടുകയും ചെയ്യണം. അത് മറിച്ചിട്ടിട്ട് നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്യുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം കറുത്ത് വരുന്നേ ഉള്ളൂ, ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടില്ല. ഈ ഒരു കളറിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഉണ്ടാകുക. തൈര് ചേർത്താൽ പുളിപ്പുണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പുളിപ്പൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിന് ഉണ്ടാകുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഉണ്ടാകുക. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാം. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.